സംഭവം നടക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലാണ്. കുറച്ച് രാഷ്ട്രീയക്കാർ അവിടെ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ CI ആ സമയത്ത് കയറി വന്നിട്ട് ആ രാഷ്ട്രീയക്കാരിൽ നല്ല പൊക്കവും അതിനകത്തുള്ള ശരീരവുമുള്ളൊരു വ്യക്തിയെ ഇങ്ങ് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ പേരെന്താണെന്ന്. അദ്ദേഹം തല ഉയർത്തിപ്പിടിച്ച് നല്ല അഭിമാനത്തോടു കൂടി പറഞ്ഞു, എൻ്റെ പേര് K വിജയൻ. നിൻ്റെ സ്ഥലം ഏതെന്നായി അടുത്ത ചോദ്യം. അതിനദ്ദേഹം ഒട്ടും ചിന്തിക്കാതെ മറുപടി പറഞ്ഞു, എൻ്റെ സ്ഥലം പിണറായി. അപ്പോൾ കോളറിൽ പിടിച്ചുകൊണ്ട ആ പോലീസുകാരൻ ആ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഹോ പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വയറ്റത്ത് മർദ്ദിക്കുകയായിരുന്നു. ഒരുപക്ഷെ ആ CI എന്ന് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകത്തില്ല. അദ്ദേഹത്തിൻ്റെ നക്ഷത്രത്തെക്കാട്ടിയും കൂടിയ നക്ഷത്രങ്ങളുള്ള ഏമാന്മാർ ചറപറാന്ന് സല്യൂട്ടടിക്കുന്ന മുഖ്യമന്ത്രിയായി മാറുമെന്നും അന്ന് കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തെ പിണറായി വിജയൻ എന്ന് വിളിച്ച ആ പേര് ഈ ലോകമറിയുന്നൊരു ബ്രാൻഡായി മാറുമെന്നും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ ഇരട്ടച്ചങ്കനെക്കുറിച്ചാണ്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ പിണറായിയിൽ ചെത്തുതൊഴിലാളിയായിരുന്ന കോരൻ്റെയും കല്യാണിയുടെയും 14ാമത്തെ മകനായിരുന്നു ശ്രീ പിണറായി വിജയൻ. ദമ്പതികൾക്ക് മൊത്തം 14 മക്കളുണ്ടായിരുന്നുവെങ്കിൽ പോലും 11 പേരും മരിച്ചു പോവുകയായിരുന്നു. കാരണം ആ കാലഘട്ടങ്ങളിൽ അത്രയ്ക്കിത്രയുള്ള മെഡിക്കൽ ഫെസിലിറ്റികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഇൻ്റർവ്യൂവിൽ ശ്രീ പിണറായി വിജയൻ തന്നെ പറഞ്ഞിരുന്നു, അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് വയറ്റാട്ടികളും അതുപോലെ തന്നെ വിഷവൈദ്യന്മാരും മാത്രമായിരുന്നുവെന്ന്. കടുത്ത ദാരിദ്ര്യത്തിൽ കൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഓലമേഞ്ഞ ചെറിയ വീട്ടിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടഭക്ഷണം കഞ്ഞിയും ചമ്മന്തിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ കുമാരനും നാണുവും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവും കമ്മ്യൂണിസ്റ്റ് വഴിയിലോട്ട് തന്നെ പോവുകയായിരുന്നു. സ്കൂൾ പഠന കാലഘട്ടങ്ങളിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം ആ കാലഘട്ടത്തിൽ SSLC ക്ലിയർ ചെയ്ത ആളുകളിൽ ഒരാളായിരുന്നു. എന്നിരുന്നിട്ട് കൂടി കുടുംബത്തിൻ്റെ ദാരിദ്ര്യം കാരണം തുടർന്ന് പഠിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു ബേക്കറിയിൽ തൊഴിലാളിയായിട്ട് പോവുകയും അതുപോലെ തന്നെ കൈത്തറി തൊഴിലാളിയായിട്ട് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ജ്യേഷ്ഠന്മാരുടെ നിർബന്ധപ്രകാരം ഇദ്ദേഹം തുടർന്ന് പഠിക്കുവാനായി ബ്രണ്ണൻ കോളേജിലേക്ക് പോവുകയായിരുന്നു. BA എക്കണോമിക്സ് ആയിരുന്നു അദ്ദേഹം പഠിക്കാനായി പോരുന്നത്. ബ്രണ്ണൻ കോളേജിൽ വെച്ചായിരുന്നു നമ്മളിപ്പോൾ കാണുന്ന ഇരട്ടച്ചങ്കൻ്റെ ജനനം എന്ന് വേണേ പറയാം. കാറ്റിൽ പോലും കമ്മ്യൂണിസം പറക്കുന്ന ഒരു ചെങ്കോട്ടയായിരുന്നു ബ്രണ്ണൻ കോളേജ്. അവിടെ ഏറ്റവും പ്രസിദ്ധരും പ്രഗത്ഭരുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരിൽ ഒരാളായിരുന്നു ശ്രീ പിണറായി വിജയനും. ആ കാലഘട്ടത്തിൽ വഞ്ചിക്കടത്ത് മുടങ്ങുന്നതിനെയും കൂലിവർദ്ധനവിനെതിരായിട്ടും അദ്ദേഹം നടത്തിയ റാലി ബ്രണ്ണൻ കോളേജ് കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു. അധികം താമസിയാതെ തന്നെ SFIയുടെ ആ കാലഘട്ടത്തിലെ ഫോമായിരുന്ന KSF, അതായത് കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുകയും പിന്നെ സംസ്ഥാന സെക്രട്ടറിയായി മാറുകയും ചെയ്തു. അദ്ദേഹം കോളേജിൽ നിന്ന് BA എക്കണോമിക്സ് പഠിച്ച് പാസ്സാകുമ്പോൾ അദ്ദേഹം അവിടെ കണ്ണൂർ അറിയപ്പെടുന്ന ഒരു നേതാവായി മാറിയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ടീച്ചേഴ്സും പറഞ്ഞിരുന്നത് ഇപ്രകാരമായിരുന്നു, ഒരേ സമയത്ത് സരസനും എന്നാൽ ഒടുക്കത്തെ ചങ്കൂറ്റവും ധൈര്യവുമായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനോട് ഭയങ്കര സ്നേഹവും കൂട്ടുകാരുടെ അടുത്ത് ഭയങ്കര സ്നേഹവും അതുപോലെ തന്നെ നല്ലൊരു പ്രഗത്ഭനായിട്ടുള്ള ബാഡ്മിൻ്റൺ പ്ലെയറും അത് ഒരേ സമയത്ത് സാഹിത്യവും സിനിമയും കോമഡികളും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. എന്നാൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കമാന്നൊരു അക്ഷരം അദ്ദേഹം മറുത്ത് സംസാരിക്കുകയും ചെയ്യത്തില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് പിണറായി വിജയൻ സംസാരിക്കുന്നു എന്ന പേരിൽ ബോർഡുകൾ ഉയരുന്ന കാലമായി. അത്രത്തോളം ശക്തനായ ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു അദ്ദേഹം അതിനോടകം വെച്ച്. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ പ്രതിഷേധ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ മുഖത്തു നിന്ന് തീതുപ്പുന്നത് പോലെ ആയിരുന്നുവെന്നാണ് AK ബാലൻ പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ഓരോ വിദ്യാർത്ഥികളെയും അടിച്ച പോലീസുകാരുടെ പേരെടുത്ത് പറഞ്ഞ് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയും, എല്ലാത്തിനും ഞാൻ കണക്ക് ചോദിക്കുമെന്ന്. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ അത്രയും അക്രമാസക്തമായിട്ടുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിൽ ഒരു മാധ്യമപ്രവർത്തകനോട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, അത് കാലം എന്നിൽ വരുത്തിയ മാറ്റമാണ് എന്ന്. RSSകാരുടെ ഊരിപ്പിടിച്ച കത്തിക്കും വടിവാളിനും ഇടയിൽ കൂടെ താൻ നടന്നു പോയിട്ടുണ്ടെന്നും ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയക്കാതെയാണ് താൻ ജീവിച്ചതെന്നുമെല്ലാം അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഒരുപക്ഷെ നമ്മൾ യുവതലമുറകൾക്ക് തോന്നിയിട്ടുണ്ടാകാം ഇതെല്ലാം തള്ളും ട്രോൾ മെറ്റീരിയലുമാണെന്നുമില്ല. പക്ഷേ അതൊക്കെ ചരിത്രമായിരുന്നു. ദിനേശ് ബി ഡി സമരം മുതൽ തലശ്ശേരി കലാപം വരെ നീണ്ടു നിൽക്കുന്നു ഉദാഹരണങ്ങൾ. പ്രശ്നങ്ങളും കലാപവും തലശ്ശേരിയിൽ കൊടുമ്പിരി കൊണ്ടുനിന്ന സമയത്താണ് അദ്ദേഹത്തെ അവിടെ മണ്ഡലം സെക്രട്ടറിയായി ചുമതലയേൽപ്പിച്ചത്. ആ സമയത്ത് അദ്ദേഹത്തിന് വയസ്സ് 23 ആയിരുന്നു. ദിനേശ് ബി ഡി, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ദിനേശ് ബി ഡിയെ തറപറ്റിക്കുവാനായി മാംഗ്ലൂർ ഗണേഷ് ബി ഡിയും മുതലാളിമാരും കൂടെ ചേർന്ന് ഗുണ്ടകളെ ഇറക്കിയപ്പോൾ പോലും ഒട്ടും ഭയക്കാതെ മുന്നിൽ നിന്ന് തന്നെ നയിച്ചു പിണറായി വിജയൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെയും കൂട്ടരുടെയും കഠിനാധ്വാനം കൊണ്ട് വീണ്ടും കേരളത്തിൽ ദിനേശ് ബി ഡിയെ പുനഃസ്ഥാപിച്ചപ്പോഴത്തേക്കും, അതായത് നിലനിർത്തിയപ്പോഴത്തേക്കും
കേരള ജനതയുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ സമരവീതിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷനുമെല്ലാം ഇറങ്ങി ചെല്ലുകയായിരുന്നു. അതേ തുടർന്ന് 1970 കൂത്തുപറമ്പിൽ നിന്ന് മത്സരിച്ച് പിണറായി വിജയൻ MLA ആവുകയായിരുന്നു. 1972 തലശ്ശേരി കലാപം ഉണ്ടാവുകയായിരുന്നു. ആ സമയത്ത് ഒരുപാട് ജീവൻ ബലി കൊടുത്തുകൊണ്ടായിരുന്നു പിണറായി വിജയനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ആ ഒരു പള്ളി പ്രൊട്ടക്റ്റ് ചെയ്തത്. ആ സമയത്ത് അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകം കണ്ടതിലേക്ക് വെച്ച്, ഒരുപക്ഷെ കേരളം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയ കലാപമായി മാറിയേനെ അത്. ആ സമയത്ത് വസൂരി വന്ന് ക്ഷീണിച്ച തൻ്റെ ശരീരത്തിൻ്റെ ക്ഷേമം പോലും ആലോചിക്കാതെയാണ് പിണറായി വിജയൻ ഈ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിയതും പാവപ്പെട്ടവർക്ക് ഉടുതുണി മുതൽ ഭക്ഷണം വരെ എത്തിച്ചു കൊടുത്തിരുന്നതുമെല്ലാം. ഇപ്പോൾ 1 പറഞ്ഞ് 2 മതസൗഹാർദ്ദം ഫോട്ടോഗ്രാഫി ഇറങ്ങാറുണ്ട്. അതൊക്കെ ആളുകൾ കണ്ട് വെറുത്തു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പോയി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ മതസൗഹാർദ്ദം ഫോട്ടോഗ്രാഫി കാണിക്കുന്നതിനെക്കാട്ടിയും ഒരുപക്ഷെ മതസൗഹാർദ്ദം പിണറായി വിജയൻ്റെ മുഖത്തുള്ള വസൂരി മാർഗുകൾ കാണിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു ഫോട്ടോഗ്രാഫിക്കുള്ളതിനെക്കാട്ടിയും ഭംഗിയുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള വസൂരി കലകൾക്ക്. കാരണം അത് നിലനിൽക്കുന്നത് ഇക്വാലിറ്റിയെയും അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു ബീക്കണായിട്ടാണ്. ശ്രീ കരുണാകരൻ ഹോം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ശ്രീ പിണറായി വിജയന് ഒരുപാട് മർദ്ദനങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. പോലീസുകാർ വട്ടം കൂടി നിന്ന് പിണറായി വിജയൻ നിലത്ത് വീഴുന്നത് വരെ അദ്ദേഹത്തെ ഇടിക്കുമായിരുന്നു. അതുപോലെ തന്നെ ലാത്തി കൊണ്ട് അദ്ദേഹത്തെ ഉരുട്ടുമായിരുന്നു. അതിൽ നിന്നെല്ലാം ഉണ്ടായ ക്ഷതം കാരണം ഇപ്പോഴും അദ്ദേഹത്തിന് നട്ടലിന് വേദനയുണ്ട്. ആ വേദന സഹിച്ചുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം മുന്നിൽ നിന്ന് നമ്മളെ നയിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്തിൽ തനിക്കുണ്ടായ ദുരവസ്ഥയുടെ എല്ലാത്തിൻ്റെയും ഒരു സാക്ഷിപത്രം എന്നുള്ള നിലയ്ക്ക് തൻ്റെ രക്തം പുരണ്ട ഷർട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് നടത്തിയ നിയമസഭാ പ്രസംഗത്തിലൂടെ കേരള മനസാക്ഷിയിലും കേരള ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ചങ്കൂറ്റത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും കൊടി കുത്തുകയായിരുന്നു. അതിനുശേഷം കരുണാകരനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിക്ക് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുകയുണ്ടായിരുന്നത്: മിസ്റ്റർ കരുണാകരനോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. കുറേ കോൺസ്റ്റബിൾസിനെയും CAയെയും നിർത്തിക്കൊണ്ട് എന്നെയും ഞാൻ ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരെയും അടിച്ചൊതുക്കാമെന്ന് വിചാരിക്കുമെങ്കിൽ ഒരുപക്ഷെ ആ സമയത്ത് ഒതുങ്ങുമായിരിക്കും. എങ്കിൽ 10 മടങ്ങ് ശക്തിയോടുകൂടി വീണ്ടും നമ്മൾ ഉയർത്തെണീക്കുമെന്ന്. ഈ ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരൊറ്റ കുഞ്ഞു പോലും മിണ്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെയെല്ലാം പിണറായി വിജയൻ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇരട്ടച്ചങ്കൻ എന്നുള്ള പേരിൽ ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. അങ്ങനെ 1996 നായനാർ മന്ത്രിസഭയിൽ അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിട്ട് ചുമതലയേൽക്കുകയായിരുന്നു. അത്രയും കാലവും കേരളത്തിൽ 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലോഡ് ഷെഡിങ്ങിൽ നിന്ന് കേരളത്തെ ഒരു വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കി മാറ്റിയത് പിണറായി വിജയൻ്റെ എഫർട്ട് കൊണ്ടാണ് എന്ന് 100% ഉറപ്പാണ്. എന്നാൽ 1998 ചടയൻ ഗോവിന്ദൻ്റെ മരണത്തെ തുടർന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏൽക്കുവാനായി അദ്ദേഹം ഈ മന്ത്രിസ്ഥാനം രാജിവെക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ ടുഡേ നടത്തിയ ഒരു സർവേ പ്രകാരം ഏറ്റവും മികച്ച മന്ത്രിയായി തിരഞ്ഞെടുത്തത് ഇദ്ദേഹത്തെയായിരുന്നു, പിണറായി വിജയനായിരുന്നു. അതുപോലെ തന്നെ പിണറായി വിജയൻ രാജിവെച്ചപ്പോൾ മനോരമയും മാതൃഭൂമിയും ഒരുപോലെ പറഞ്ഞു, നായനാർ മന്ത്രിസഭയിൽ ഉണ്ടായത് ഒരു വലിയ നഷ്ടമാണ്, കേരളത്തിൻ്റെ വികസനത്തിന് പിണറായി വിജയനെ പോലുള്ള ഒരാൾ തന്നെ വേണമെന്നും അവർ പറയുകയുണ്ടായി. എന്നാൽ മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം അത്രയും കാലവും വികസന നായകനായിരുന്ന അദ്ദേഹം പതിയെ വില്ലൻ വേഷത്തിലേക്ക് കയറുകയായിരുന്നു. അതുപോലെ തന്നെ പാലക്കാടുണ്ടായിരുന്ന വെട്ടിനിർത്തലിന് പിണറായിയുടെ മൗനസമ്മതം ഉണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുണ്ടായ ക്ലാഷുകളും പിന്നെ ലാവ്ലിൻ കേസുകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ വലിയ ബ്ലാക്ക് മാർക്കുകളാണ്. VS അച്യുതാനന്ദനുമായിട്ടുള്ള എതിർപ്പിനെ തുടർന്ന് മാധ്യമങ്ങൾ VS അച്യുതാനന്ദനെ നീതിമാനും പിണറായി വിജയനെ നീചനുമായി വരെ ചിത്രീകരിച്ചു. അവസാനം ഈ മാധ്യമങ്ങളെല്ലാം VS അച്യുതാനന്ദൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അവർ തടിയൂരുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഈ ഒരു തർക്കം കാരണം, ഈ ഒരു ഒരു ക്ലാഷ് കാരണം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് 2 പേരെയും കേന്ദ്ര കമ്മിറ്റിയിലോട്ട് തരം താഴ്ത്തുകയും എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പിണറായി വിജയനെ തിരിച്ചെടുക്കുകയും നമ്മുടെ VS അച്യുതാനന്ദനെ ഒരു വിസിറ്റിംഗ് മെമ്പറാക്കി മാറ്റുകയും ചെയ്തായിരുന്നു. അങ്ങനെ പിന്നെ തുടർന്ന് പാർട്ടിയുടെ വിഭാഗീയതകൾ ഒരുപാടുണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം പാർട്ടിയിലുണ്ടായ വിള്ളലുകളെല്ലാം തുന്നിച്ചേർത്തുകൊണ്ട് തേച്ചൊട്ടിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പാർട്ടിയുടെ അധ്യക്ഷനായി ചുമതലയേറ്റപ്പോൾ മനോരമ തന്നെ പറഞ്ഞു, വീണ്ടും മിന്നൽ പിണറായി എന്ന്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വധശ്രമങ്ങൾ നേരിട്ടിട്ടുള്ള പൊളിറ്റീഷ്യനായ പിണറായി വിജയന് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് സ്പെഷ്യൽ പ്രൊട്ടക്ഷനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുകയുണ്ടായി. എന്നാൽ അതെല്ലാം വളരെ ബഹുമാന പുരസരം അദ്ദേഹം വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു. ചണ്ഡീഗഡിലെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹത്തെ വകവരുത്തുവാനായിട്ട് രാഷ്ട്രീയ എതിരാളികൾ വാടക കൊലയാളികളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷം അദ്ദേഹം യാത്ര മതിയാക്കിയത് കൊണ്ട് തന്നെ വെടിമാറിക്കൊണ്ടത് EP ജയരാജനായിരുന്നു.
അങ്ങനെ ഒരുപാട് വധശ്രമങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടുണ്ട് പിണറായി വിജയൻ. എന്നിട്ടും ഇപ്പോഴും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പിണറായി വിജയന് നേരിടേണ്ടി വന്നിരുന്നത് മീഡിയയുടെ കൂട്ടമായിട്ടുള്ള ആക്രമണമായിരുന്നു. പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും ഊതിപ്പെരുക്കി വലിയ രാഷ്ട്രീയ വിവാദമാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഹോബി തന്നെ. 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. പിണറായി വിജയന് സിംഗപ്പൂർ ആസ്ഥാനമായി കമല ഇൻകോർപ്പറേറ്റഡ് എന്നും പറഞ്ഞൊരു കമ്പനി ഉണ്ടെന്നുള്ളതായി ആരോപണം. അന്വേഷിച്ച് ചെന്നപ്പോൾ ആ പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ല. അടുത്തത്, പുള്ളിക്കൊരു വലിയ മണിമാളികയിലാണ് പുള്ളിയുടെ താമസമെന്നായി ആരോപണം. ഈ വീടെന്ന് പറയുമ്പോൾ ഏതൊരു മിഡിൽ ക്ലാസ് മലയാളിക്കും ഉള്ളതുപോലുള്ളൊരു വീടാണ്. ഇത് അദ്ദേഹത്തിൻ്റെ പഴയ വീട് അദ്ദേഹം പുതുക്കിപ്പണിതാണ്. എന്തിനേറെ പറയണം, ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വധഭീഷണി നേരിടുന്ന ഒരു നേതാവായതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ലൈസൻസ് ചെയ്ത ഒരു തോക്ക് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ യാത്ര ചെയ്യുന്നതിന് മുൻപ് ബാഗിൽ നിന്ന് തോക്ക് മാറ്റി, എന്നാൽ ബുള്ളറ്റ് മാറ്റിയില്ലായിരുന്നു. സ്വാഭാവികം എയർപോർട്ടിൽ വെച്ച് അത് അദ്ദേഹത്തെ പിടിക്കുകയും അത് ഇഷ്യൂസ് ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഇതിനെ ഊതിപ്പിരിക്കൊരു വലിയ സംഭവമാക്കി മീഡിയ. എന്നാൽ ഇത് ഗവൺമെൻറ്റായിട്ട് കൊടുത്തതാണ് എന്നുള്ളതിൻ്റെ തെളിവുകളും രേഖകളും കാണിച്ചപ്പോഴത്തേക്കും ഈ ഇഷ്യൂ അവിടെ തീർന്നു. എന്നാൽ അതിനുശേഷം തങ്ങൾക്കുണ്ടായ തെറ്റ് സമ്മതിക്കുകയല്ല മീഡിയ ചെയ്തത്, വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന തന്ത്രമായിരുന്നു. അതായത് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ കയ്യിൽ എന്തിനാണ് തോക്കെന്നുള്ളതായി അടുത്ത ചോദ്യം. വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്ന് പറയുമ്പോൾ ലൂസിഫർ സിനിമയിൽ ശ്രീ മോഹൻലാൽ പറഞ്ഞ ആ ഒരു ഡയലോഗ് പോലെയാണ്. രാഷ്ട്രീയവും മീഡിയയും ഒരേ എല്ലിൻ കഷ്ണത്തിൻ്റെ ഇരുവശങ്ങളിലായി ഉറിഞ്ചി വളരുന്ന ചെന്നായ്ക്കളാണെന്ന് പറഞ്ഞതുപോലെ കുറച്ചു കാലം ആ എല്ലിൻ കഷ്ണം സ്റ്റീഫൻ നെടുമ്പള്ളിയായിരുന്നു. അതുപോലെ കുറച്ചു കാലം ആ എല്ലിൻ കഷ്ണം പിണറായി വിജയനായിരുന്നു. എന്നിരുന്നാൽ കൂടി എത്രയെത്ര ആരോപണങ്ങൾ, എത്രയെത്ര മർദ്ദനങ്ങൾ, എത്രയെത്ര തടസ്സങ്ങൾ. ഒടുവിൽ അതിനെയെല്ലാം അതിജീവിച്ച് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ഒടുവിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് എല്ലാവരും വാഴ്ത്തുന്ന രീതിക്ക് അദ്ദേഹം വളർന്നു. അതുപോലെ തന്നെ ലോകം മുഴുവനും കേരള മോഡൽ എന്നറിയപ്പെടുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ കപ്പിത്താനായി അദ്ദേഹം. ഈ മാസം 24-ാം തീയതിക്ക് ഈ സമര നായകന് 76 വയസ്സ് തികയുകയാണ്. ഇത്രയും അനുഭവങ്ങൾ മീഡിയയിൽ നിന്നുണ്ടായിട്ട് അവരുടെ അടുത്ത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. ഇത്രയും നേരത്തെ എൻ്റെ സംസാരത്തിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന്. ഞാൻ പൊളിറ്റിക്കലി ന്യൂട്രലായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതിനർത്ഥം ഒരു രാഷ്ട്രീയവുമില്ലാതെ ചില്ലേഷായിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ എന്നല്ല. എനിക്ക് ഡെമോക്രസിയിൽ വിശ്വാസമുണ്ട്. എനിക്ക് ഒരേ സമയത്ത് EK നായനാരെയും ഇഷ്ടമാണ്, AK ആൻ്റണിയെയും ഇഷ്ടമാണ്, O രാജഗോപാലിനെയും ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊളിറ്റീഷ്യൻ ആരാണ് എന്നോട് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും പിണറായി വിജയൻ എന്ന്. ഇപ്പോൾ പിണറായി സർക്കാരിന് 99 ഭൂരിപക്ഷത്തോടു കൂടി തുടർഭരണം കിട്ടിയിരിക്കുന്നു. നമ്മുടെ സർക്കാരിന് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഭരിക്കാൻ സാധിക്കട്ടെ എന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഭരണപക്ഷം ഉണ്ടാകണമെങ്കിൽ നല്ല ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം ഉണ്ടാകണം എന്നുള്ളത് സത്യമാണ്. അതാണൊരു ജനാധിപത്യത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രതിപക്ഷം തന്നെയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായിട്ട് തന്നെ ഉറപ്പായിട്ടും നമ്മുടെ കേരളം മുന്നോട്ട് പോകും. ഒരു സീറ്റും കിട്ടാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കുകൾ എന്താണെന്ന് ഒന്ന് നിങ്ങൾ വിലയിരുത്തുക. പറ്റുമെങ്കിൽ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക. ശരിയും തെറ്റും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഞാനാളല്ല. ഞാൻ കേവലം നിങ്ങൾ കേൾക്കാത്തതും കാണാത്തതും എന്നാൽ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്ന ഒരാൾ മാത്രം. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ